നമ്മുടെ സർഗം കിച്ചണിൽ കാന്താരിമുളക് ഉപ്പിലിടുന്നതാണ് കാണിക്കേണ്ടത്. അതായത് കാന്താരിമുളക് ഉപ്പിലിടുമ്പോൾ നമുക്ക് പൂപ്പിലൊന്നും വരാതെ വളരെ ടേസ്റ്റോടുകൂടി എങ്ങനെ ഉപ്പിലിടാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ചെറിയ 1-2 ടിപ്സും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും പൂപ്പിലും വലിയ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കാന്താരിമുളക് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ കാന്താരിമുളക് നല്ല ഡിമാൻഡുള്ള മുളകാണ് കാന്താരിമുളക്. ഒരു ചെടിയിൽ തന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ പൊട്ടിച്ച് അധികം വരുന്നതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പൂപ്പലൊന്നും വരാണ്ട് കുറേ കാലം ഇരിക്കാനുള്ള ട്രിക്ക് കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കാന്താരിമുളക് എടുത്ത് നല്ലോണം കഴുകി കൊണ്ടുവരാം. കഴുകി കൊണ്ട് നമുക്ക് ഒരു തുണിയിൽ ഒന്ന് ഉണക്കിയെടുക്കാം. കുറച്ച് 1/2 മണിക്കൂർ ഫാൻ ഇട്ടാൽ മതി. ഇതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടും. നല്ലോണം ഉണക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് ഉപ്പിലിടാം. ഉപ്പിലിട്ട് കഴിഞ്ഞാൽ വളരെയധികം കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. കൊളസ്ട്രോളിനൊക്കെ വളരെ ഉപകാരമുള്ളതാണ് ഈ കാന്താരിമുളക്. അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പിലിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലോണം ഫാനൊക്കെ ഇട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ നല്ല എല്ലാ വെള്ളം പൊക്കോളും. അതിന് ശേഷം അത് നമുക്കൊരു കുപ്പിയിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം കാന്താരിമുളക് ഇടാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം. കല്ലുപ്പാണ് ഞാൻ എടുക്കുന്നത്. കണ്ട കല്ലുപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം അടുത്ത കാന്താരിമുളക് ഇടാം. അതിന് ശേഷം നമ്മൾ ആദ്യം ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. എന്നിട്ട് വേണം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കല്ലുപ്പിയിൽ നിന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഊർന്ന് വന്നോളും. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കാന്താരിക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഫ്രഷ് ആയ പോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴിക്കാനും പറ്റും. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചതിന് നമുക്ക് വിനാഗിരി ചേർക്കാം. നമ്മുടെ കാന്താരിക്ക് ഒരിക്കലും പൂപ്പിൽ വരില്ല. നല്ല ക്ലിയർ ആയിട്ടിരിക്കും. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കുപ്പി നകയ്ക്കാൻ നമുക്ക് വിനാഗിരി ചേർക്കാം. ഇത് നമുക്ക് ചില്ലുകുപ്പിയിലാണ് ഞാൻ എടുത്തുള്ളത്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചില്ലുകുപ്പിയൊക്കെ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ഇത് നമുക്ക് നല്ല വെയിലത്ത് വേണം ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തീരെ ജലാംശം പാടില്ലെങ്കിൽ നമുക്കിത് അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു പൂപ്പലും വരില്ല. കാന്താരിമുളക് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം.